പൂക്കിയെ തൂക്കി അല്ലെങ്കിൽ പൂക്കിയെ വലിച്ചു കീറി എന്നൊക്കെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന രീതിയിൽ ഇന്ന് മാത്തു സജി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ആ വീഡിയോ ഞാൻ നിങ്ങളെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. നമുക്കറിയാം, നമ്മൾ അസിത സഹീർ എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടി, മാധ്യമരംഗത്ത് പണിയെടുക്കുന്ന എന്താണ് മാധ്യമ പ്രവർത്തനം എന്നറിയാവുന്ന ഒരു പുലിക്കുട്ടിയെ പറ്റി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മാധ്യമരംഗത്തിരുന്നുകൊണ്ട് വിടുവായത്തരം പറയാതെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നോക്കിയും കണ്ടും പറയുന്ന, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാനായിട്ടിരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് തന്നെയാണ് മാത്തു സജി. ആ മാത്തു സജി പൂക്കി മുക്കിയനെ പറ്റി പറയുന്ന ഒരു കാര്യം കേട്ടു നോക്കാം. 10 വർഷം പറഞ്ഞതൊക്കെ പത്തായത്തിൽ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ചിരിച്ചു കാണിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. സംഘപരിവാറിനെ ചെറുക്കാൻ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി കൈപിടിച്ച് ഒന്നിച്ചു നിന്നിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്നു പറഞ്ഞത് ഡീലിനെ കുറിച്ച്. കടുത്ത വിമർശനമുയർത്തിയ ഇടതിനോട് നിങ്ങൾ ഇടതല്ല എന്നു മാക്കിടൽ. ഞങ്ങളാണ് കൂടുതൽ ഇടതെന്നായിരുന്നു വി ഡി സതീശനും പറഞ്ഞത്. മെയ് മാസം 19-ന് ഹണിമൂൺ തുടക്കത്തിൽ FBയിൽ തള്ളിയ ഒരു ചിത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്നു: സമര കവാടം എന്ന വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക്. ആ മാധ്യമങ്ങൾ പറയുന്നത് എന്ന എടുത്തു പറയലിൽ ഉരലിങ് ഉരുളട്ടെ ഉലക്ക ചെന്നടിക്കട്ടെ എന്നൊരു ലാഭക്കണ്ണ് അന്നേ പ്രകടമായിരുന്നു. ഇന്നിപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണ്. കവാടത്തിൽ സമരങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു രസം, ഒരു പൂക്കിത്തരം. വേറെയുമുണ്ട് രസങ്ങൾ. പൊതുജനങ്ങളുടെ സന്ദർശന സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അംഗത്തേതിൽ നിന്ന് അനുമതി പത്രമുണ്ടെങ്കിലേ സെക്രട്ടേറിയറ്റ് പ്രവേശനമുള്ളൂ. 10 വർഷത്തിന് ശേഷം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിനെ കിട്ടി നമുക്ക്. ചിരി മാത്രം മതി, ഒരു ചിരി കണ്ടാൽ മൊഴി കണ്ടാൽ അത് മതി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു ചിരി മാത്രം പോരെ, എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്, അല്ലേ? അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മറുപടിയുമായിട്ട് തന്നെ മാത്തു സജീം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് വരെ, അല്ല 10 വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്നിരുന്ന ഗേറ്റ് തുറന്ന് ഞങ്ങൾ അതിലേക്കൂടെ പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്കടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ ഗേറ്റ് അടച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ ഗേറ്റിൽ കൂടി അദ്ദേഹം യാത്ര ചെയ്യുന്നു. ജനങ്ങൾക്ക് സന്ദർശിക്കാനുള്ള സമയം വരെയും വെട്ടിക്കുറച്ചിരിക്കുന്നു. മാധ്യമ പാപ്പരാസികൾക്ക് എന്തായാലും നല്ല സന്തോഷമായിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിണറായി വിജയൻ അല്ലല്ലോ, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ചിന്താഗതി, ഈ ഇരട്ടത്താപ്പ്, അതെല്ലാവരും അറിയണം.